അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, മുഅ്മിനാത്തുകളെ, വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നിങ്ങളോട് പറയുക. അത് മറ്റൊന്നുമല്ല, നോമ്പ് കാലത്തും അല്ലാത്ത സമയങ്ങളിലും നാം എല്ലാവരും കുളിക്കുന്നവരാണ്. ജനാബത്ത് കുളിക്കുന്നവരാണ്, സുന്നത്തായ കുളിക്കുന്നവരാണ്. ജനാബത്ത് കുളിയും സുന്നത്തായ കുളിയും തമ്മിൽ വ്യത്യാസമുണ്ട്. ജനാബത്ത് കുളിക്ക് നിയ്യത്ത് നിർബന്ധമാണ്. സുന്നത്തായ കുളിക്ക് സുന്നത്ത് കിട്ടണമെങ്കിൽ ആ നിയ്യത്തും വേണം. അപ്പൊ കുളിയിൽ വ്യത്യാസമുണ്ട്. ജനാബത്ത് കുളിക്കുമ്പോൾ, ജനാബത്ത് കുളി എന്ന് പറഞ്ഞാൽ വലിയ ശുദ്ധി, അത് ആണിനാണെങ്കിലും പെണ്ണിനാണെങ്കിലും. സുന്നത്തായ കുളിക്കുന്നത് പോലെയല്ല. സുന്നത്തായ കുളി എന്ന് പറഞ്ഞാൽ ഇപ്പൊ എന്താ, കുറച്ച് വെള്ളം ശരീരത്തിലുള്ള വരുന്ന രൂപത്തിൽ ഒഴിക്കുക എന്നതാണ്. ഇന്ന സ്ഥലത്ത് നനഞ്ഞില്ലേ എന്നൊന്നും വലിയ കുലങ്കുശമായി നമുക്ക് ആലോചിക്കേണ്ടതില്ല. പക്ഷെ വലയ ശുദ്ധിയാകുമ്പോൾ ചുളിഞ്ഞ സ്ഥലങ്ങളൊക്കെ സൂക്ഷിച്ചെഴുകണം, ദ്വാരങ്ങളൊക്കെ നല്ലതുപോലെ നോക്കണം. അങ്ങനെ പല സ്ഥലങ്ങളും ശ്രദ്ധിച്ചു കഴുകേണ്ടതുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, റമദാൻ സമയങ്ങളിൽ, റമദാൻ മാസത്തിൽ കുളിയെല്ലാം സുന്നത്തായ കുളിയാണെങ്കിലും ഫർളായ കുളിയാണെങ്കിലും അത് രാത്രിയിലാക്കലാണ് ഏറ്റവും നല്ലത്. പകലിൽ കുളിക്കാതിരിക്കലാണ് ഏറ്റവും നല്ലത്. അപ്പൊ ചോദിക്കും, ഉസ്താദേ ഭയങ്കരമായ ചൂട്, 1, 2, 3 വട്ടം കുളിച്ചാലും അസഹ്യമായ ചൂട് എന്ന് പറയുന്നുവെങ്കിൽ, നമ്മുടെ ശരീരത്തെ തണുപ്പിക്കാൻ വേണ്ടി നോമ്പിന്റെ ആ ഒരു ചൂട് അല്ലെങ്കിൽ ആ ഒരു വിഷമം ഒന്ന് മാറിക്കിട്ടാൻ വേണ്ടി കുളിക്കൽ കറാഹത്താണ്. മനസ്സിലാക്കണം. തണുപ്പിക്കാൻ വേണ്ടി, ശരീരത്തെ തണുപ്പിച്ച് നോമ്പിനൊന്ന് ഒരു ആസ്വാദനം കൊടുക്കാൻ വേണ്ടി കുളിക്കുന്നത് അത് കറാഹത്താണ്. അത് ഒഴിവാക്കണം. അപ്പോ രാത്രി കുളിക്കണമെന്ന് പറഞ്ഞതിന്റെ ഐഡിയ നിങ്ങൾക്ക് മനസ്സിലാവും. രാത്രിയിൽ കുളിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ചെവിയുടെ കാണാൻ പറ്റുന്ന സ്ഥലങ്ങളൊക്കെ വെള്ളം ചേർക്കണ്ടേ? മൂക്കിൽ നാം കാണുന്ന സ്ഥലങ്ങളൊക്കെ വെള്ളം ചേർക്കണ്ടേ? അതേപോലെ ചുണ്ടുകളെല്ലാം നനയണ്ടേ? അതേപോലെ ചുളിഞ്ഞ സ്ഥലങ്ങളൊക്കെ സൂക്ഷിക്കണ്ടേ? ഇങ്ങനെ കഴുകുമ്പോൾ, കുളിക്കുമ്പോൾ പകൽ സമയത്ത് അങ്ങനെ സംഭവിച്ചാൽ ഒരുപക്ഷെ ചെവിയുടെ ഉള്ളിലേക്കോ മൂക്കിന്റെ ഉള്ളിലേക്കോ ഒക്കെ വായിന്റെ ഉള്ളിലേക്കൊക്കെ വെള്ളം കയറിയാൽ നോമ്പ് മുറിയാൻ സാധ്യതയേറെയാണ്. അതുകൊണ്ട് രാത്രി കാലങ്ങളിലാണ് കുളിക്കേണ്ടത്. അത് ജനാബത്ത് കുളിയാണെങ്കിൽ, വലിയ ശുദ്ധിയുടെ കുളിയാണെങ്കിൽ രാത്രി തന്നെ കുളിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. ഞാൻ ഈ പറഞ്ഞതുപോലെ വെള്ളം ഉള്ളിലേക്ക് കയറിയാൽ ഒരുപക്ഷെ നോമ്പ് ബാത്തിലാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് കുളിയെല്ലാം രാത്രിയാക്കുക. സുന്നത്തായ കുളിയാണെങ്കിലും അഥവാ നമ്മൾ സാധാരണ കുളിക്കുന്ന കുളിയാണെങ്കിലും അതും രാത്രിയാക്കലാണ് ഏറ്റവും നല്ലത്. ഈ കാര്യം നമ്മൾ നല്ലതുപോലെ ശ്രദ്ധിക്കണം. വുദൂവിന്റെ വിഷയം അങ്ങനെ തന്നെയാണ്. വുദൂ എടുക്കുന്ന ആള് വായിലും മൂക്കിലും അമിതമായി വെള്ളം കയറ്റാൻ, ചീറ്റാൻ, തുപ്പിളിക്കാൻ പാടില്ല എന്നാണ് ഇസ്ലാമിന്റെ വിധി. വുദൂ എങ്ങനെ എടുക്കാം? 3 പ്രാവശ്യം വീതം വായിലും മൂക്കിലും വെള്ളം കുപ്പിളിക്കാം. മറ്റുള്ള അവയവങ്ങളിലേക്ക് വെള്ളം ചേരുന്നത് കൊണ്ട്, ഉള്ളിലേക്ക് വെള്ളം ചേരാത്തത് കൊണ്ട് നോമ്പ് ബാത്തിലാവൂല. നേരെ മറിച്ച് വായ, മൂക്ക് ഇത് രണ്ടും സുന്നത്താണല്ലോ. വായിൽ വെള്ളം കൊണ്ട് കുപ്പിളിക്കലും മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റലും സുന്നത്താണ്. ഈ സുന്നത്തിന് വേണ്ടി നമ്മൾ അമിതമായി വായിലേക്കും മൂക്കിലേക്കും വെള്ളം കയറ്റിയാൽ അതുവഴി ഉള്ളിലേക്ക് വെള്ളം ചെന്നാൽ നോമ്പ് ബാത്തിലാവും. അതുകൊണ്ടാണ് ഫുഖഹാക്കൾ പറയുന്നത്, പകൽ സമയങ്ങൾ വുദൂ എടുക്കുമ്പോൾ തന്നെ അമിതമായി വായിലേക്കും മൂക്കിലേക്കും കയറ്റി ചീറ്റുകയോ കുപ്പിളിക്കുകയോ ചെയ്യരുത്. പിന്നെ നമ്മൾ എങ്ങനെ വുദൂ എടുത്താലും വായിൽ വെള്ളത്തിന്റെ അംശം ഉള്ളിലേക്ക് ഇറങ്ങാം. അത് ഇറക്കുക എന്ന നിയത്തിൽ പോയി ഇറങ്ങാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് കുഴപ്പമില്ല. അപ്പൊ അതുകൊണ്ട് വുദൂ എടുക്കുന്ന സമയത്ത് പോലും അമിതമാക്കാൻ പാടില്ല എന്ന് പറയുമ്പോൾ കുളിക്കുന്ന സമയത്ത് നാം നല്ലതുപോലെ ചിന്തിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് സാന്ദർഭികമായി ഞാൻ ഉണർത്തുകയാണ്, കുളിക്കുന്നവർ കഴിവിന്റെ പരമാവധി ആ കുളി, നോമ്പുള്ളവർ അത് രാത്രിയിലാക്കലാണ് അഭികാമ്യം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നല്ല രൂപത്തിൽ നോമ്പനുഷ്ഠിക്കുവാനും എവിടെയും ഒരു അപാകതയും കുഴപ്പങ്ങളുമില്ലാതെ
നോമ്പിനെ ശ്രദ്ധിക്കുകയും ശ്രദ്ധിച്ചുകൊണ്ട് നോമ്പ് അനുഷ്ഠിക്കുകയും ചെയ്യണം. അള്ളാഹു അതിനെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ.